നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കവറിട്ട് മൂടിയിട്ട കാരണം ആരും ഒന്നും നശിപ്പിച്ചിട്ടില്ലേ, അണ്ണാനും കിളിക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മള് ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ബിന്ദു ചേച്ചിയുടെ കൃഷിയും കാര്യങ്ങളുമാണ്. ഷാലിമാർ ഗാർഡനിൽ എക്സ്റ്റൻഷൻ 1 നമ്മുടെ വീടിന്റെ അടുത്ത് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക്. നമ്മുടെ UP പോലത്തെ ഒരു ചെറിയ ഫ്ലാറ്റില്, നമ്മുടെ ഫ്ലാറ്റിന്റെ മുകളിലാണ്, അവർ ടെറസിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി വർക്ക് ചെയ്യുന്നത് കുറെ ദൂരെയാണ്, ന്യൂ ഫ്രണ്ട്സ് കോളനി എന്ന് പറയും. ഒരു 10-40 കിലോമീറ്റർ ദൂരെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്. 2 മെട്രോവും ബസ്സൊക്കെ പിടിച്ച് അങ്ങോട്ട് പോയി വൈകുന്നേരം രാത്രി ഒരു 8 മണിക്ക് ആവും തോന്നുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ചെയ്യണ ഒരാൾക്കും ഇതൊക്കെ കൊണ്ട് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നല്ല ഇൻട്രസ്റ്റ് ആണ് അതിലും മുഖ്യം. കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ. ചെറിയൊരു ഗാർഡനിൽ കുറെ കാഴ്ചകളുണ്ട്, നമുക്ക് കാണാം എന്തൊക്കെയാ ചേച്ചി ഇവിടെ ചെയ്തു വെച്ചിരിക്കണേന്ന്. അപ്പൊ ചേച്ചിയോടന്നെ ചോദിക്കാം, അതാ നല്ലത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. രജനി എന്റെ ഫ്രണ്ടാണ്. അപ്പൊ രജനി കുറെ നാളുകൊണ്ട് പറയുന്നത് ചേച്ചിയുടെ ഗാർഡനൊക്കെ ഒന്ന് കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ രജനി ഇന്നും നമ്മുടെ ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി. അപ്പം നമുക്ക് കാണാം. അരളിച്ചെടി കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. ഇപ്പം അരളിപ്പൂ തിന്നിട്ട് ആരോ മരിച്ചെന്നൊക്കെ കൊണ്ട്, എന്നാലും ഞാൻ എൻ്റെ അരളിയെ കളയാതെ വെച്ചിരിക്കുക. പിന്നെ കുമ്പളം വേണം, കുമ്പളം, പടവലം, പാവല്, അങ്ങനെ എല്ലാമായിട്ട് പടന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും നല്ലപോലെ നന്നായിട്ട് നിന്നതാണ്. ഇതെല്ലാം പോയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ പൊടിക്കാറ്റ് മാന്തിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് എല്ലാം ഒലഞ്ഞ് താഴെ വീണാണ്ട് നമുക്ക് തന്നെ കാണാൻ പറ്റുമല്ല. ആ കാറ്റിൻ്റെ ശക്തി കൊണ്ട് എല്ലാം വീണിട്ട് അത് ആകെപ്പാടെ പോയ രീതിയിലായിരിക്കും. ഇച്ചിരി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിറച്ച് തിങ്ങി നിൽക്കേണ്ടത് കണ്ട്. ചൂട്, വെയിലിന്റെ ചൂട് 52.3. പിന്നെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചേന വിത്തായിരുന്നു. ചേനയെല്ലാം കിളുത്ത് കയറി കണ്ടോ. ഇതൊക്കെ ചേന, ഇത് മുളക്, കരിവേപ്പ്. എനിക്ക് ആവശ്യം വേണ്ട ഏകദേശ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. കരിവേപ്പില് വിത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ, കായൊക്കെ ഇട്ടുണ്ട് കരിവേപ്പില്. ഇത് കണ്ടത്, ഇത് ഈ ഒരു സാധനത്തിനെ കണ്ട, ഇതാണ് ഇവിടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ഈ സാധനം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം നശിപ്പിച്ച് കളയും. വെള്ളീച്ചെന്ന് പറയും ഇതിനെ. കണ്ടോ, ഇത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചുതരാം. ഇത് കണ്ട്, കയ്യിലെടുത്താൽ ഇത് ചത്തുപോകും. കണ്ടോ, ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിറച്ച് പിടിക്കും. ഇത് കണ്ടോ, ആ വെണ്ടയുടെ പൂ വിരിഞ്ഞു വരുന്ന അതിൽ തന്നെ പിടിച്ചു കണ്ടു. ഇത് നമ്മൾ വെളുത്തുള്ളി കഷായം ഉണ്ടാക്കി തിളയ്ക്കാറുണ്ട്. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ വേണം അത് ചെയ്യാൻ. ഇത് പച്ച കളറിലെ വെണ്ടയാണ്. പിന്നെ ഇത് നമ്മുടെ പുതിന, ഇത് ചിക്കുവിന്റെ മുകളിൽ കായുണ്ടല്ലോ. ഇതാ ചിക്കുല് 2 കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കുവിന്റെ പൂവ്, ഇതാണ് പൂവ് ചിക്കുവിന്റെ. കണ്ടോ, ചിക്കുവിന്റെ പൂവാണ്. ഇത് നമ്മൾ 250 രൂപ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ച തൈയാണിത്. ഇത് ഈ എന്താ പറയണ ഒട്ടുമാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ അതാണ് അവർ ചെയ്ത്. അതാ ഒട്ടുമാവ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. ഇവരിവിടെ ഒരു പ്ലാസ്റ്റിക് ചുറ്റിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ഏതോ നല്ല ഇനം മാവിന്റെ ഇത് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരുന്ന അതിനിപ്പോ പൊട്ടിക്കിളക്കാൻ തുടങ്ങിയുണ്ട്. ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് മാങ്ങ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ തുളസി തൈകൾ, എന്റെ വീഡിയോയിൽ എനിക്കുണ്ടൊരു യൂട്യൂബ് ചാനല്, അപ്പൊ അതില് തുളസി തൈകളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ 2 ഉള്ളു മിച്ചം. ഇത് മത്തനാണ് കയറി വരുന്നത്. പിന്നെ ഇതിനകത്ത് കാണുന്ന ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഈ പിന്നെ തണ്ണിമത്തനെല്ലാം തിന്നിട്ട് കൊണ്ടുവന്ന് കുരുവിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാം വീണ് തന്നെ കിളത്ത് വന്നതല്ല. ഞാനിതൊന്നും നട്ടതല്ല, എല്ലാം തന്നെ കിളത്ത്. പനിക്കൂർക്ക, ഔഷധ ചെടികൾ പറഞ്ഞാൽ പനിക്കൂർക്കയുണ്ട്, പിന്നെ തുളസിയുണ്ട്. ഇതൊരു ഔഷധ ചെടി. പിന്നെ നമുക്ക് പനിക്കൂർക്ക, തുളസി, 3 ഐറ്റം ഇവിടെ തന്നെയുണ്ട്. കച്ചോലം ഇതിങ്ങനെ നിന്നിട്ട് ഇത് തണുപ്പ് കാലമാകുമ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോൾ ഇതിന്റെ കിടന്ന് അടി കിടക്കും. വീണ്ടും അത് തന്നെ പൊട്ടിക്കിളുത്തു വരും. അത് നമ്മൾ എത്ര പറിച്ച് വേറെ നടുന്നോ അത്രയും ഇഞ്ചി പോലെ നിറച്ചുണ്ടാവും. വയറുവേദനയ്ക്കൊക്കെ ഇതിന്റെ നീര് നല്ലതല്ലേ, കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ. ഇതെല്ലാം നമ്മുടെ വെണ്ടയാണ്. ഇതുണ്ട്, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിൽ ചാക്കിലിട്ടിരിക്കും. കാച്ചിൽ മുകളിൽ കയറി 3-4 ചൂട് കാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചുമന്ന വെണ്ടയാണ്. ഈ ചുമന്ന വര കാണുന്ന ചുമന്ന വെണ്ട, ആനക്കൊമ്പൻ വെണ്ട ചുമന്ന. ഇതിന് കായ ഉണ്ടായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇത് പച്ച കണ്ട, ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇത് പച്ച, ഇതിന്റെ ചുമന്ന വരയുണ്ടെങ്കിൽ ഇത് ചുമന്നതാണ്. ചുമല കളറിലെ വെണ്ടയ്ക്ക ഉണ്ടാവും. ബ്രോക്കോളിയാണ്, അതിന്റെ ചൂടുണങ്ങി കിടക്കണം നമുക്ക് രാവിലെ. അപ്പോൾ ഇവിടെ നമ്മുടെ കുമ്പളം 3-4 ചൂട് കുമ്പളം ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കുമ്പളങ്ങ ചെറുതാണ് ഉണ്ടായത്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിനു മുമ്പ് നമ്മൾ 8-10 കിലോ ഉള്ള കുമ്പളങ്ങ പറിച്ചിട്ടുണ്ട്.
ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കുമ്പളങ്ങ ചെറുതാണ്. ഇപ്രാവശ്യത്തെ ചൂട് കാരണമായിരിക്കും. ചൂട്, അയ്യോ എന്തൊരു ചൂടാ, കാറ്റ് റെക്കോർഡ് ചൂടാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം താഴെ പോയി. ഇതെല്ലാം വലിച്ച് ഞാൻ കെട്ടി വെച്ചിരുന്ന സാധനങ്ങളാണ്, എല്ലാം താഴെ വീണത്. അതുപോലെ തന്നെ മുന്തിരിങ്ങ, ഇത് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ എല്ലാ പ്രധാനമായിട്ടാണ് കേട്ടോ മുന്തിരിങ്ങ. ഞാൻ ആദ്യമായിട്ടാണ് ചെടിയില് മുന്തിരി ഉണ്ടായി നിൽക്കണത് കണ്ടിരിക്കണത്. ഇതുവരെ കടയിലേ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മളിവിടെ എല്ലാ കൊല്ലവും ഉണ്ടായി വരും. ഈ പ്രാവശ്യം ഇച്ചിരി കുറവായിരുന്നുണ്ട്, എന്നാലും നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ തീരാൻ പോകുന്ന സമയത്താണ് ഇവര് വരുന്നെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇവർക്ക് ഇപ്പോഴാ സമയം കിട്ടി. ഇവർ നാട്ടിലൊക്കെ പോയിട്ട് വന്ന് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു. നല്ല ടൈമില് ഞാൻ നാട്ടിലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ചേച്ചി. നല്ല മധുര. ഇതൊക്കെ കുരുവികളും പക്ഷികളും വന്നിട്ട് ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുക. ഉണ്ടോ നോക്കൂ, എല്ലാം പഴുത്ത് കിടക്കുക. നീ ഇത്രയ്ക്കൊക്കെ ഉള്ളു, മൂടി വെച്ചതൊക്കെ മാത്രം നമുക്ക് കിട്ടി. മറ്റുള്ളതെല്ലാം കിളികളും കുരങ്ങന്മാരും ഒക്കെ തിന്ന്. ഇത് ഇവിടുന്ന് തന്നെ ഇവിടെ മുതൽ താഴെ വരെ ഉണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ തിന്നോണ്ട് പോയത് അവര്. കണ്ടോ, ഇത് കണ്ടു. ഇതിന്റെ ഇടയ്ക്കുന്നൊക്കെ അവര് തിന്നിട്ട് കൊണ്ടുപോകണം. കവറിൽ കെട്ടി വെച്ചത് മാത്രം നന്നായിട്ട് കിടക്കുന്നു. അപ്പൊ രജന തന്നെ ഒരു പോലെ മുന്തിരിങ്ങ പറിച്ചു. അപ്പൊ ഞാൻ മുന്തിരിങ്ങ വിളവെടുക്കാൻ പോവാണ് ബിന്ദു ചേച്ചിയുടെ ഗാർഡനിൽ. ഞാൻ ആദ്യമായിട്ട് ഒരു മുന്തിരി കാണണതും ഇങ്ങനെ കൊലയായിട്ട് നിക്കണത് കറക്റ്റായിട്ട് കണ്ടതും ഇതുവരെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. അപ്പൊ കണ്ടില്ലേ, ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചേച്ചിയെ സമ്മതിച്ചേ പറ്റൂ. നമ്മളിത് വീഡിയോ ഇടുമ്പം എല്ലാരും പറയും മുന്തിരി ഉണ്ടാകുമ്പോ പഴുക്കുമ്പോ തരണേ. എനിക്ക് തന്നെ സങ്കടം വരും. കാരണം 10 കൊല്ലം ഉണ്ടായി കഴിഞ്ഞാൽ 5 എണ്ണം പോലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ രാവിലെ വന്ന് നോക്കണം, അണ്ണാൻ വരെ ഉണ്ടാവും ഇതിന്റെ പുറത്ത്. അണ്ണാനും കിളികളും എല്ലാം നല്ല ഭംഗിയില് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് കവറിട്ട് മൂടിയിട്ട കാരണം ആരും ഒന്നും നശിപ്പിച്ചിട്ടില്ലേ. അണ്ണാനും കിളിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ നമുക്ക് പറക്കാം മുന്തിരിത്തൊപ്പുകളിലാണ് മുന്തിരി കണ്ടത്. സിനിമകളിൽ കണ്ടതിന് ഇപ്പോഴാണ് ലൈവായിട്ട് ശരിക്കും നമുക്ക് ഇത് തീർന്നു കഴിഞ്ഞ പുറകെ ഈ എല്ലാം പ്രൂൺ ചെയ്ത് വിടുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ വളം കൊടുക്കും. അടുത്ത കൊല്ലത്തേക്ക് ആദ്യം. അപ്പൊ അടുത്ത കൊല്ലം ആ സമയമാകുമ്പോഴത്തേക്ക് അത് പൊട്ടിക്കൊടുക്കും. അതെന്താറിയോ, ഈ കമ്പില്ലേ, ഈ കമ്പില് ഇതെല്ലാം നമ്മൾ മുറിച്ച് കളയും. ഈ കമ്പ് വെറുതെ നിൽക്കുവേ. അതിന്റെ സമയമാകുമ്പോണ്ടല്ലോ ഇത് ഈ കണ്ടോ, ഈ ഓരോ മുളപ്പില്ലേ, ഈ ഓരോ ചോട്ടിന്ന് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി കിളത്തിട്ട് അതിലാണ് കാ വരുന്നത്. നമ്മൾ ഓർക്കും ഇത് ഉണങ്ങിപ്പോയെന്ന് വിചാരിക്കും. ചേച്ചി പറഞ്ഞല്ലോ ഒരു വീഡിയോയില് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ. ഉണങ്ങിപ്പോയെന്ന് വിചാരിക്കും. അത് പ്രാവശ്യം എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. അത് വീണ്ടും പൊട്ടിക്കിളത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ തിന്നണുണ്ട് പൊട്ടിക്കണേന്റെ അടുത്ത്. നല്ല മധുരം. ഇത് കുരുള്ള ശരിക്കും ഔഷധ മുന്തിരിയാണ്. നമ്മുടെ കുരുള്ള മുന്തിരിയാണ് ശരിക്കും ഔഷധ ഗുണമുള്ളതെന്നല്ലേ പറയാ. അപ്പൊ ആ കുരുള്ള മുന്തിരിയാണ്. നല്ല മധുരമാണ്, പഴുത്ത് നല്ല ടേസ്റ്റാണ്. പക്ഷെ കഴിക്കാൻ മെനക്കേടാ കുരുവുള്ളത് കാരണം. ഇപ്പൊ എല്ലാരും കുരുവിലൊക്കെ കഴിച്ച് പിന്നെ ചേച്ചി വിളിച്ചു പറയേ പെട്ടെന്ന് വന്നാൽ മുന്തിരി കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിളിച്ചപ്പോ ഞാൻ ഓടി വന്നതാണെന്ന്. വീഡിയോ പിടിക്കുമ്പോ മുന്തിരിയുടെ വീഡിയോ പിടിക്കണമെന്ന് ആഗ്രഹം പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പൊ അത് മുന്തിരി തീർന്നു കഴിയാൻ പറയും ചേച്ചി എന്നെ വിളിച്ചില്ല. കാരണം ഇത് ഇവിടെ ഇട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ആർക്കും കിട്ടില്ല. ഉള്ളതും കൂടി ഇല്ലാതായിപ്പോ കിടക്കായിട്ടില്ലേ. നമ്മുടെ വെണ്ട ചുമന്ന വെണ്ട ഇതെല്ലാം ചുമന്ന വെണ്ട. ഇത് കണ്ടോ, ഒരു പടവലത്തിന്റെ വള്ളി അതിൽ കയറിയിട്ട് നോക്കാം. ഇത് കണ്ടോ പടവലം കായ ഉണ്ടായി വന്നു. ഇതുപോലെ എല്ലാ മുട്ടിലും കായായിരുന്നു അവിടെ കിടന്നത്. ആ കാറ്റ് വന്നതോടുകൂടി എല്ലാം പോയി. ഇത് കണ്ട് ഇതെല്ലാം വാടി പോയി. ഇതുപോലെ അപ്പുറേ 2 പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതും പോയി, പഴുത്തുകൊണ്ട്. ഇത് ഇട്ടിട്ട് കാര്യമില്ല, ഇത് പഴുത്തിട്ടില്ല, കിടക്കട്ടെ. നമ്മുടെ നാട്ടിലെ വെള്ളപ്പാവയ്ക്ക ഇത് കണ്ടോ, ചൂടിന്റെ കൊണ്ടാണോ ഒടിയണ പോലും ഇല്ല. കണ്ടോ, വാടി കിടക്കുക. എന്നാ പുഴുവൊന്നും ഇല്ല താനും. പൂത്ത് നിറച്ച് ഉണ്ടായിരുന്നു. ഇത് പച്ചമുളകാ. ഇതിലുണ്ടായി ഞാൻ പറിച്ച് കൊണ്ടുപോയി. ഇത് പച്ചമുളകാ, ഇത് കാന്താരിയാ. ഇത് രണ്ടും കാന്താരിയാ. ചേച്ചിക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്. തക്കാളിയൊക്കെ ഇഷ്ടം പോലെ കിട്ടി. തക്കാളിയൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. തക്കാളിയൊക്കെ ഉണ്ടാവും. ഇനി ഇവിടെ കുറെ പണികളുണ്ട്, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാ. ഇതെല്ലാം പിടിച്ചു കെട്ടണം. ഇതെല്ലാം പോയി. ചീര ആണെങ്കിലും നമുക്ക് കിള്ളി കൊണ്ടുപോകാൻ മാത്രമുണ്ട് ചീര. ഇവിടെ ആരെങ്കിലും ഇവിടെ എന്തുണ്ടെങ്കിലും ആരെങ്കിലും ആ സമയത്ത് വന്നിട്ടുണ്ട്, വരുന്നവർക്കൊക്കെ ഞാനിത് കൊടുക്കും. കാരണം എല്ലായിടത്തും ഇപ്പൊ കൊണ്ടുപോയി നമുക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റില്ലെന്നിരിക്കും. അപ്പം ആര് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ആര് വരുന്നോ അപ്പൊ പയറെങ്കിൽ പയറ്,
ചീരയെങ്കിൽ ചീര ആര് വന്നാലും അവർക്ക് ഞാൻ പറിച്ചു കൊടുത്തു. അതാണ് ഇവിടുത്തെ പതിവ്. കരിവേപ്പ് അപ്പറേ ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. വലിയൊരു കരിവേപ്പ് ഉണ്ടായിരുന്നു. ഒരു നേരം ഉപ്പേരി വയ്ക്കുള്ള ചീര നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചേമ്പിന്റെ ആരെങ്കിലുമൊക്കെ താളാണ്. വന്നോ, ഇവിടെ വരുവാണെങ്കിൽ എല്ലാം കിട്ടും. ഇന്ന് എന്റെ ദിവസമാണ്. ഇത് ചേമ്പിന്റെ താള്. ഇതില്ലേ താള് അല്ലേ? ആ താള് പുളിങ്കറി. തോരിയൊക്കെ ഉണ്ടായപ്പോഴേ തോരി തോരി നട്ടിട്ട് തോരി പടന്ന് കയറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. തോരി കയറി കഴിഞ്ഞാൽ വേറെ ഒന്നിനും കയറാൻ സമ്മതിക്കത്തില്ല. വേറെ എല്ലാം കയറിയാലും കായ ഉണ്ടാകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മനസ്സിലാക്കി. കാരണം ഇതിനകത്ത് ഞാൻ 2 തോരി നട്ടിട്ട് തോരി പറിച്ച് മടുത്തു. ഇഷ്ടംപോലെ. അത് ആർക്കും ഒരുവിധപ്പെട്ടവർക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ. പീച്ചിങ്ങ പോലത്തെ സാധനമാണ് ഇവിടെ തോരി എന്ന് പറയണത്. ആ പിന്നെ ഇത് ഞാനേ പുളിങ്കറി വെക്കാൻ വേണ്ടിട്ട് പല പ്രാവശ്യം അമ്പിയൊക്കെ വന്നപ്പം തോരി ഇത് കൊണ്ടുപോയായിരുന്നു. എന്റെ പുളിങ്കറി വീഡിയോയിൽ കാണാം. അമ്മ പുളിങ്കറി ഉണ്ടാക്കണ വീഡിയോ ഉണ്ട് ഇതുപോലെ ചേമ്പിന്റെ തണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് ഇവിടെ കിട്ടിയത് ഭയങ്കര നല്ല സന്തോഷമായി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ചേമ്പിന്റെ തണ്ട് പുളിങ്കറിയാണ് നാളെ. മതി ചേച്ചി. ഇത് ആലുവടി ഉണ്ടാക്കുന്ന സാധനമാണോ ചേമ്പിന്റെ അല്ല? നമുക്കതും പരീക്ഷിച്ചോളാം. ചെറുതാ. ഇത് നമ്മുടെ വെട്ടിച്ചെമ്പില്ലേ, സീമച്ചെമ്പെന്ന് വെട്ടിയ കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാ എനിക്കിത്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കൃഷിഭവന്റെ വാതിക്കൽ വണ്ടി വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. പേര് അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ട് 2 ചെടി കൊടുക്കും ഒരാൾക്ക്. എനിക്ക് ഇത് ഒരു പാരിജാതമാണ് കിട്ടിയത്. പാരിജാതം ഉണങ്ങി പോയി. പക്ഷെ ഇത് നന്നായിട്ട് പിടിച്ചു കേട്ടോ. ഇപ്പൊ അടുത്ത പ്രാവശ്യം ഉണ്ടാവുമായിരിക്കും. ഇല്ലെങ്കിൽ എന്താ, ഇതിന്റെ കാലിന് മുട്ടിന് വേദനയ്ക്കൊക്കെ എല്ലാവരും പേരയില ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് പേരയില പറിച്ചിട്ട് ഈ കിളുന്നില പറിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളോട്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ബിന്ദുസ് ടെറസ് ഫാം എന്നാണ്. അതില് മുന്തിരിയുടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചേച്ചി. ഞാൻ അതിലാണ് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് അതാണ് മുന്തിരി. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. മുളക് വിളവെടുപ്പ് എടുക്കുന്നത്, ബീട്രൂട്ട്. രജനി പറയുന്നുണ്ട് എനിക്ക് ചേച്ചി ഈ പ്രാവശ്യം മുന്തിരി ഉണ്ടാകുമ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വരും പറഞ്ഞു. ലാസ്റ്റ് ഇന്ന് ഞാൻ പറഞ്ഞു ഇനി കുറച്ചേ ഉള്ളൂ, കിളി നിന്ന് തീർക്കുക, ഇന്ന് വരുവാണെങ്കിൽ കിട്ടും വീഡിയോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. തന്നെയല്ല, ഇവിടെ ചേച്ചി അറിയാത്തവരാരും ഇല്ല. അതായത് ഒരുവിധ ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എല്ലാരും പറയും ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോഴേ ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴേ പറയുന്നതാണ് ആൾക്കാര്. അപ്പൊ 2 യൂട്യൂബേഴ്സ് കൂടിയിട്ടാണ് ഇന്നത്തെ ഒത്തുചേരലും കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുക. അത് കാണുന്നവരൊക്കെ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇന്നത്തെ ഈ ചെറിയ സന്തോഷങ്ങളാണ് നമുക്ക് ഈ ഡൽഹി ജീവിതം, അതായത് UP ജീവിതം. സമയമില്ലാത്തപ്പോ ഇതൊക്കെയാണ് ചേച്ചിയുടെ. ഇപ്പൊ തന്നെ രജനി പറഞ്ഞു രാവിലെ ഒന്നും ചേച്ചി എനിക്ക് വരാൻ പറ്റിയില്ല, തലവേദനയായിരുന്നു, ഭയങ്കര തലവേദന. ഇവിടെ വന്നപ്പോ ആള് ഭയങ്കര ഫ്രഷ് ആയി, നല്ല ഹാപ്പിയായി. കാരണം ഇതിന്റെ അടുത്ത് വരുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇല്ലേ, അതല്ലേ. ഇപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത് ഓടി മോളി കയറി വരുമ്പോ ഒരു നല്ലൊരു. എന്റെ വീഡിയോയിലും കൂടുതലും അമ്മയെ നാട്ടിൽ പോയപ്പോ അമ്മയായിട്ടുള്ള വീഡിയോകളായിരുന്നു. അതിലപ്പടി കൃഷി ഇങ്ങനത്തെ ഗാർഡനിങ്ങാണ് കൂടുതൽ. അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അമ്മയ്ക്ക് ഈ പുള്ളിക്കാരിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ് ഇപ്പൊ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞറിയാം. അപ്പൊ ബിന്ദു ഇപ്പൊ അനിയത്തെ വീഡിയോ കോളിൽ വിളിച്ചപ്പോ കാണിച്ചപ്പോ അവർക്ക് അത്ഭുതം. ഇത്ര മുന്തിരി ഒന്നും ഞാനും ഇതേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുന്തിരി ഇങ്ങനെ കാണുന്നത്. ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ നഴ്സറി ചെന്നപ്പോ ഒരാളൊരു മുന്തിരി തൈ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും ഇത് ആങ്കൂർക്ക പേടയെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞ നോക്കിയപ്പോ 80 രൂപ വിലയേ ഉള്ളൂ. ഞാൻ അന്ന് മേടിച്ചിരുന്നു. അന്ന് വൈകിട്ട് തന്നെ ഞാൻ അതിൽ കുഴിച്ചു വെച്ചു. പക്ഷെ ഇതിങ്ങനെ വളരുമെന്നോ കായ ഉണ്ടാവുമെന്നോ എനിക്കൊരു പ്രതീക്ഷയില്ല. ഇതിങ്ങനെ പടന്നു കയറിയിട്ടേ ആദ്യത്തെ പ്രാവശ്യം ഇതേ പൂവിട്ടു. ഞാനപ്പൊ കാണുന്നില്ല ഇത്. അപ്പൊ ഈ നെറ്റൊന്നും കെട്ടിട്ടില്ല. അപ്പൊ അപ്പുറത്തെ കെടുവള്ളികൾ അപ്പുറത്ത് താമസിക്കുന്ന അവര് പറഞ്ഞു ദീദി ആപ്കി ഇസ്മേ ഫൂലാകുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ പൂവണ്ടപ്പോൾ സന്തോഷം. അത് എങ്ങനെയാ മുന്തിരി അതിൽ നിന്ന് വരും നമുക്ക് അറിയത്തില്ലല്ലോ, ആദ്യമായിട്ട് കാണുന്ന എക്സ്പീരിയൻസ് അല്ല. അതെ, അത് കഴിഞ്ഞിട്ട് അത് കായ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ശരിയാ, നമ്മളെന്തെങ്കിലും നട്ടിട്ട് അതിന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷം. ഉണ്ടായപ്പോ ഭയങ്കര സന്തോഷം ശരിക്കും. അപ്പൊ എന്താ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാതെ ടെൻഷനും കൂടെ ഉണ്ടായി. ആദ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് മുന്തിരി നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് ഈ മുന്തിരി മൊത്തം അങ്ങ് ഉണങ്ങിപ്പോയപ്പോഴേ എന്റെ ചങ്കിടിച്ചു. കാരണം എന്താന്ന് പറയാ, ഇതിന്റെ തണ്ട് കണ്ടാൽ നമുക്ക് തോന്നും കൊള്ളി പോലെ ആയില്ലേ, ഉണങ്ങിയതാ പോലെ തോന്നും. ഒരു ഇല പോലും ഇല്ല. അപ്പൊ ഞാൻ പറയും എന്റെ മുന്നിൽ അവരും ചോദിച്ചു. ഞാൻ പറഞ്ഞു സബ് സൂക്കിയ എന്ന് പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞിട്ട് തണുപ്പ് തുടങ്ങിയതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഓരോ മുളയുടെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഭാഗ്യം പറിച്ചു കളയരുത്. അല്ല, ഞാൻ ഇങ്ങനെ നഖം കൊണ്ട് ചിരണ്ടി നോക്കിയപ്പോ പച്ചപ്പുണ്ടേ.
അപ്പം ഞാൻ പറിച്ചു കളഞ്ഞില്ല. പക്ഷെ അത് പൊട്ടിക്കെളുത്ത് വീണ്ടും വന്നിട്ട് വീണ്ടും ആ സമയമായപ്പോൾ അതിന് പൂവും കായും വന്നു. അങ്ങനെ ഇപ്പൊ 3ാമത്തെ കൊല്ലല്ലേ ഇത്? 3ാമത്തെ കൊല്ലാണ്. ഇനിയിപ്പോ ഇത് എല്ലാ കൊല്ലവും ഇതിനേക്കാളും ചിലപ്പോ നല്ലതായിട്ട് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ചൂട് റെക്കോർഡ് ചൂടാണ്. ഈ ചൂടിൽ ഇത്രയും ഉണ്ടായത് ഷീറ്റ് എല്ലാം പിടിച്ചു കെട്ടിരുന്ന എല്ലാം എത്ര പ്രാവശ്യം പിടിച്ചു കെട്ടിയത് എല്ലാം. പിന്നെ കാറ്റും നമ്മുടെ ഇവിടുത്തെ ഒരു തരം പൊടിക്കാറ്റ് വരണ പടവല ഉണ്ടായിട്ട് ഉണങ്ങി ഉണങ്ങി പോകും. ഈ ചൂടത്ത് ഇത്രയും ഉണ്ടാവണം തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. രാവിലെ വന്ന് വെള്ളമൊഴിച്ച് പോയാന്ന് പറയുമായിരുന്നു. പറഞ്ഞിട്ട് പിന്നെ പോരാത്തത് നമ്മൾ കവറിൽ കൂടുതലാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതെ. അപ്പം ഈ മുന്തിരി നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതിന് നല്ലപോലെ വളം ചെയ്യണം. കാരണം മുന്തിരി വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തണ്ടെല്ലാം ഉണങ്ങും. ഇലകളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഓരോ മുട്ടിൽ നിന്നുമാണ് വീണ്ടും ഇത് ഈ തടിയാണ് മെയിനായിട്ടുള്ളത്. അതായത് ഈ വണ്ണുള്ള തടികൾ കണ്ടോ, ഇതിൻ്റെ ഓരോ മുക്കിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ടാണ് പിന്നെ വരുന്നതിനകത്താണ് കായ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്തിരി വിളവെടുത്ത് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞ് ഇലയെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ചുവട് ഇളക്കി കൊടുക്കണം. ഇതാണ് എൻ്റെ ചുവട്. ഇതാണ് എൻ്റെ മുന്തിരിയുടെ ചുവട്. നോക്ക്, ഇപ്പൊ 3-4 കൊല്ലായില്ലേ. ഇതാണ് മുന്തിരി. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇത് പച്ചയാണെന്ന്. ഇത് കണ്ടോ, ഉണങ്ങി നിൽക്കണ പോലെ തോന്നുള്ളൂ. പക്ഷെ ഇതിനൊരു കുഴപ്പമില്ല, ഇത് പച്ച തന്നെയാണ്. ഇത് നമ്മൾ ഇതിനെവിടെയാണോ ഇതിൻ്റെ ചുവട്, ഇതാണ് അതിൻ്റെ ചുവട്. കണ്ടോ ഇതാണ് ചുവട്. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കണ്ടു. ഇപ്പം ഇങ്ങനെ കിടക്കുന്നു വിചാരിക്കേണ്ട. മണ്ണ് നല്ല ഇളകിയ മണ്ണാണ്. ഈ മണ്ണിൽ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് ഇതിനകത്ത് പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടി പിന്നെ ഈ ഇതില്ലേ വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇടണം. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിയിലുള്ള ഈ കീടങ്ങളൊക്കെ, മണ്ണിലുള്ള കീടങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത്. അപ്പം അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. പക്ഷേ എല്ലുപൊടി മസ്റ്റാണ് ഇതിന്. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, തടിക്ക് വണ്ണം വെച്ചിട്ടുള്ള ചെടികൾക്ക് മാത്രമേ എല്ലുപൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. അതും കുറച്ച് ഇങ്ങനെ നമ്മൾ ഇവിടെ ചൂടാണെങ്കിൽ ഇത്രേ അകത്തേ ഇട്ട് കൊടുക്കാവുള്ളൂ. തടിക്ക് വണ്ണം വയ്ക്കാത്ത ഇതുപോലുള്ള ചെടികൾക്ക് എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. നമ്മളിപ്പോൾ ഇന്ന് ഇട്ടിട്ട് വന്നാൽ വൈകിട്ടാകുമ്പോൾ കരിഞ്ഞു നിൽക്കും. എപ്പോഴും തടിക്ക് വണ്ണമുള്ള ഇതിന് മാത്രമേ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം അതിന് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ അതിൻ്റെ ചൂടങ്ങ് മൂടിയിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത കൊല്ലാകുമ്പോൾ സമയമാകുമ്പോൾ അത് പൂവും കായും ഇലയൊക്കെ വന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാനും പേടിച്ചു പോയി, ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് കണ്ടോ. നല്ല വെയിൽ വേണല്ലേ ഇതിന്? നല്ല ഈ മണ്ണ് വെയിൽ വേണല്ലേ? വെയിൽ വേണം. മുന്തിരിക്ക് നല്ല വെയിൽ വേണല്ലേ? വെയിലും വേണം, വെള്ളവും വേണം. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിത് ബോട്ടിൽ ഇങ്ങനെ കിഴുത്തിട്ടിട്ട് ഇതിന് ചൂട് തുള്ളി തുള്ളിയായിട്ട് അത് കാരണം ഇപ്പോഴും മണ്ണിന് നല്ല ഈർപ്പമുണ്ട്. കണ്ടോ, നോക്കിക്കേ, നല്ലപോലെ ഉണങ്ങിയിട്ടില്ല. നല്ല കുതിർന്ന് കിടക്കും, നല്ല ഇതായിട്ട് കിടക്കും. അപ്പൊ അതിന് വളർന്നു അത് മേലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചോട്ടി വേറെ എന്തെങ്കിലുമൊക്കെ നടാം. പക്ഷെ എപ്പോഴും നടുമ്പം നടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ചെടി മേടിച്ച് നടുമ്പോൾ ഒരു 100 രൂപയ്ക്കകത്തൊരു ചെടി കിട്ടും. മേടിച്ച് കേട്ടാൽ ഇതുപോലെ വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ 100 ലിറ്ററിന്റെ ഇതുപോലത്തെ ബക്കറ്റിലോ ഒക്കെ നടാവും. കാരണം അതിന് വേരോടെ സ്ഥലം വേണം. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മാന്തി നോക്കി ഇതെല്ലാം മുന്തിരിയുടെ വേര കണ്ടോ. നമുക്ക് ഇതെല്ലാം മുന്തിരിയുടെ വേര കണ്ടോ. ഇതുപോലത്തെ വേരുകൾ ഇതിനകത്ത് നിറച്ചുണ്ടായി. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേരോടാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലം വേണം. ചെറിയ ഇതിനകത്ത് നട്ടിട്ട് ഒരു കാര്യമില്ല. ഈ ഡ്രമ്മൊക്കെ ചേച്ചി വാങ്ങിയതാ? അല്ല, ഇത് നമ്മുടെ പഴയ ടാങ്ക് അപ്പുറത്തുകാരുടെ ഇത് കേടായപ്പോൾ അവർ തന്നതാണ് ഇത് 2 പിന്നെ ഇവിടെ എൻ്റെ ഒരു ടാങ്കിൽ നിന്ന് കേടായി. അപ്പോൾ അത് മുറിച്ചാണ്, അത് വലുത് 1000-ന്റെ. ഇത് 500-ൻ്റെയാണ്. ഇത് 500-ൻ്റെ മുറിച്ചത് മതി ധാരാളം. അപ്പുറം ഇരിക്കുന്ന താഴെയാണ്. ഇത് കണ്ട് ചുവപ്പ് കളർ നോക്കാം, ചെങ്കതലി. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഒരു തണ്ടായിരുന്നു, അത് ഞാനത് ഉണങ്ങിപ്പോയിരുന്നു. ഒരു കുഞ്ഞു കഷ്ണം ചെയ്യുന്ന പോലെ കൊണ്ടുവന്നതാണ്. അത് കിളുത്ത് കണ്ടോ, ഈ കാറ്റാണ് ഇത് ഇങ്ങനെ ഒടിച്ചു കളഞ്ഞത്. ഇത് ചെങ്കതലിയാണ് കണ്ടോ. പിടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ചക്ക മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ സുഖമായിട്ട് നല്ലപോലെ ആയി വരും. അപ്പോൾ ഏതായാലും അതിന് പൂമ്പ് വരുന്നുണ്ട്, അറിയില്ല ഇനി ഉണ്ടാവുമെന്ന്. നമുക്ക് വിളവെടുത്തതും കൊണ്ട് താഴത്തേക്ക് പോവാണ്, ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. കണ്ണിമാങ്ങ കിടക്കുന്നത്. അപ്പോ അവിടെ 2 അതിഥികൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വീട്ടില്. അത് ഒരു സർപ്രൈസ് ആണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അതെ, അവിടെ മാങ്ങ ഉണ്ടായിരുന്നു. ഇവിടെ ചൂട് ഇപ്പോഴല്ലേ, അപ്പൊ അതുകൊണ്ട് ചൂടത്ത് ഇപ്പോൾ പച്ചമാങ്ങയുടെ സമയമാണ്. പഴുത്ത് വരണേ ഉള്ളൂ ഇപ്പോഴും.
നല്ല പഴുത്ത മാങ്ങ ഇനി വരണേ ഉള്ളൂ. അപ്പൊ നല്ല പച്ചമാങ്ങയുടെ സമയമാണ്. അപ്പൊ അവിടെ നിന്ന് താഴത്തേക്ക് വന്ന് ബാൽക്കണിയിലത്തെ ചെടികളാണ്. ഇത് മുന്തിരിയുടെ തയ്യാണ്. ഇതവിടെ കുരു വീണ് മുളച്ചതാണ് കേട്ടോ. മണിപ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇത് പയറാ, പയറ്. ഇവിടെയൊക്കെ മുകളിൽ നമ്മൾ കണ്ടത് എന്താ പറയുക പച്ചക്കറികളായിരുന്നു. ഇവിടെ നമുക്ക് പൂച്ചെടികളാണ് ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ബാൽക്കണി, ചേച്ചിയുടെ വീടിന്റെ കോണിയുടെ സൈഡാണിത്, ഇറങ്ങി പോണ സൈഡാണ്. അപ്പൊ നിറച്ച് ഹാങ്ങിങ് ഇങ്ങനെ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. വെയില് കാരണമൊക്കെ ഇതായിരിക്കാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കാറുണ്ട്. നല്ലോണം ഈ ചെടിക്ക് ഇവര് പറയുന്നത് സുഖശാന്തി എന്നാണ്. സുഖശാന്തി ഇത് വീട്ടിൽ വെക്കണം നല്ലതാണ് അത്ര എന്ന് പറഞ്ഞിട്ട് മാലി തന്നിട്ട് പോയതാ. സുഖശാന്തി പേടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പോയത്. അതുപോലെ ഇതൊന്നും തുളസിയുടെ കൂടെ വെച്ചാൽ നല്ലതാണല്ലോ. സെമി എന്ന് പറയും. അതെന്തോ എന്നാള് പറയണ്ടായിരുന്നു. ഇത് തുളസിയുടെ കൂടെ നമ്മൾ വെച്ചാൽ നല്ല വിറ്റമിൻ സി എന്ന് പറയും. പിന്നെ അലോവേര. ഇതിപ്പോ ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. ഇത് ക്യാറ്റ് ക്ലോ എന്ന് പറയുവേ. ഇതുണ്ടല്ലോ പടന്ന് കയറി കഴിഞ്ഞാൽ ഒരു പന്തലിട്ട പോലെ മഞ്ഞപ്പൂ പിടിക്കും. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിറച്ച് ഒരു 2-3 കൊല്ലം പടരണം. പടന്നു കഴിഞ്ഞാൽ അതിൽ അതുപോലെ പോകും. ഓൺലൈനിൽ ആമസോണിൽ മേടിച്ചാ. അല്ല, അത് മറ്റേ ബാമ്പു. ഇത് മറ്റേ ഇതാ അതിന് പറയുന്നത് ടട്ടൽ വൈനാണ് ആ ചെടിയുടെ പേര്. അത് നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പറിച്ചു കളഞ്ഞ ചെടികളാണ്. ഇതാണ് ചേച്ചിയുടെ വീട്ടിലെ 2 തത്തമ്മകള്. ഒരു അയ്യോ, എനിക്ക് ഇതിനെ പിടിക്കാൻ ഇത്തിരി പേടിയാ. ഒന്ന് ലോലു, മറ്റാളാരാ? ഹലോ ഒക്കെ പറയും. ഹലോ 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 ഹലോ. വരുന്നു വന്നു വന്നു. ഹായ്, ഹലോ ഹലോ. എന്താ പേര്? ഭയങ്കര ഇഷ്ടം. എന്താ പേര്? ലോലു. നമ്മുടെ ലോലു ആണ്. ലോലു ചേച്ചിയുടെ പെറ്റാണ്. 2 പേരുണ്ട്, 3 പേരുണ്ട് അല്ലേ? 3 പേരുണ്ട്. ലോലു ഞങ്ങളുടെ ജ്യൂസ് കുടിക്കണം. ജ്യൂസ് രജനി ഇന്ന് വീഡിയോ എടുക്കാൻ എൻ്റെ ടെറസിൽ വന്നു. അപ്പോൾ ഇന്ന് 2 യൂട്യൂബർ ഒരുമിച്ച് ഒരു ദിവസമാണ്. എല്ലാവരും 2 പേരെയും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് രജനിയാണ് പറയേണ്ടത് ശരിക്കും. രജനിയുടെ വീഡിയോ. അപ്പോൾ ചേച്ചിക്ക് ഒരു ദിക്കിൽ പോകാണ്ട് അർജൻറ്റായിട്ട് ഒരു ഭജന പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ അതിന് വേണ്ടി ആരും റെഡിയാക്കുകയാണ്. അപ്പോൾ പോകാൻ ടൈമായി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണണം വരെ നമസ്കാരം.